أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله ملك السماوات والأرض وإلى الله المصير. 41 42 بسم الله الرحمن الرحيم ألم تر أن الله يسبح له من 42 43 അല്ലേ? അതാണ് ശരി. ولله ملك السماوات والأرض وإلى الله المصير ألم تر أن الله يسجي سحابا ثم يولف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. അവിടെ ശ്രദ്ധിക്കാനുള്ളത് അസ്സമാവാതി വൽ അർദ് രണ്ടും കൂട്ടി എഴുതുമ്പോൾ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. കാരണം വസ്ലിൻ്റെ അംസയാണ്. അപ്പോൾ ഓതേണ്ടത് വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. അവിടെ അസ്സമാവാത്തിൽ അലിഫിന് ഉച്ചാരണമില്ല, വൽ അർദിലെ അലിഫിനും ഉച്ചാരണമില്ല. പിന്നെ വ ഇലല്ലാഹി അവിടെയാ തന്നെ വസ്ലിൻ്റെ അംസയാണ്. വ ഇലല്ലാഹിൽ മസ്വീർ. അവിടെ റാവ് പിന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പം തർക്കിക്കായിട്ടാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. എങ്ങനെ ഓതണം? മസ്വീർ എന്നുള്ള ശബ്ദമാണ് വരിക. കാരണം റാഇന് സുക്കൂനും അവസാനത്തെ മുമ്പുള്ളതിന് കസറും വന്നാൽ എന്ത് ചെയ്യണം? തർക്കീക്കിൻ്റെ ഗണത്തിൽ പെട്ടതാണ്. ഇനിയിപ്പം അതൊന്നുമില്ല, റാഗിന് കെസറാണെങ്കിലോ അപ്പോഴും റിഹല തഷിത എന്ന് പറയുമ്പോൾ രി എന്നാണ് ഉച്ചരിക്കുക. അതേപോലെ റാഗിന് സുക്കൂന് വരുന്ന മുമ്പുള്ള അക്ഷരത്തിന് കെസറും വന്നാൽ അപ്പോൾ ഉദാഹരണമായിട്ട് ഫിർ ഔന ഉണ്ടല്ലേ, ഫിർ. അപ്പോൾ റാഗിന് സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് കെസറും വരുമ്പോൾ അങ്ങനെയാണ് ഉച്ചരിക്കുക. അപ്പോൾ ഓതേണ്ടത് വ ഇലല്ലാഹിൽ മസ്വീർ. പിന്നെ അലം തറ അ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കത്തേൻ്റെ അംസയാണ്. അന്ന അ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കത്തേൻ്റെ അംസയാണ്. നൂനിനെ ഉന്നത്തോടു കൂടി ഓതണം. അപ്പോൾ ഓതേണ്ടത് അലം തറ അന്നല്ലാഹ യുസ്ജി. അവിടെ 2 കതിർ നീട്ടിയാൽ മതി. പിന്നെ യുസ്ജി സഹാബം. ആ തൻവീനെ എന്ത് ചെയ്യണം? ഫത്ത് തൻവീനെ ഇഖ്ഫ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? സഹാബം സുമ്മ. ആ മീമിനെ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. പിന്നെ യു അല്ലിഫു ബൈനഹു 2 കതിരെ അവിടെ നീട്ടാവൂ. സുമ്മ ആ മീമിനെ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. സുമ്മ യജ് അലുഹു അവിടെയും 2 കതിരെ നീട്ടാവൂ. റുക്കാമ അവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണില്ല എങ്കിൽ എന്ത് ചെയ്യണം? റുക്കാമം ഫ എന്ന് പറഞ്ഞാൽ ഇഖ്ഫ ചെയ്യണം. പിന്നെ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ. ആ മിൻ എന്നുള്ള നൂനിനെ എന്ത് ചെയ്യണം? ഇൽഹാറാണ് ചെയ്യേണ്ടത്, മണിക്കാൻ പാടില്ല. മിൻ ഖിലാലി. പിന്നെ ഖിലാലിഹി 2 കതിർ നീട്ടണം. പിന്നെ വയുനസ്സിലു മിനസ്സമാ. അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാ 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. അതിൻ്റെ പേര് മദ് മുത്തസിൽ എന്നാണ്. പിന്നെ
മിനസ്സമാഇ മിൻ ജിബാലിൻ. മിൻ എന്നുള്ള സാക്കിനായ നൂനിനെ യഖ്ഫാ ചെയ്യണം. ജിബാലിൻ എന്നുള്ള തൻവീനിനെ വീണ്ടും യഖ്ഫാ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ജിബാലിൻ ഫീഹ. ഫീ ഹ രണ്ടിടത്തും 2 കതിർ. ഫീ 2 കതിർ, ഹ 2 കതിർ. പിന്നെ മിംബറദിൻ, ആ സാക്കിനാ നൂൻ എന്ത് ചെയ്യണം? മിംബറദിൻ ഇഖ്ലാബ് ചെയ്യണം. എന്താ ഇഖ്ലാബ് പറഞ്ഞാൽ? മിൻ എന്നുള്ള നൂനിൻ്റെ ശബ്ദത്തെ പിന്നെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക. അതിൻ്റെ അക്ഷരാണ് ശേഷം വരുന്ന ബാ. അപ്പം എങ്ങനെ ഓതണം? മിംബറദിൻ. ബർദിൻ എന്നല്ല, ബറദിൻ എന്നാണ്. ബറദിൻ. പിന്നെ ആ ദാലിന് എന്ത് ചെയ്യണം? വീണ്ടും ഇഖ്ഫാ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ബറദിൻ ഫയുസീബു ബിഹി. പിന്നെ മയ്യശാഉ, ആ നൂനിന് എന്ത് ചെയ്യണം? യായിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. മയ്യശാഉ. യശാഉ നേരത്തെ പറഞ്ഞ പോലെ 4 മുതൽ 6 കതിർ വരെ നീട്ടണം, കാരണം മദ് മുത്തസിലാണ്. പിന്നെ വയസിരിഫുഹു, അവിടെയും ഹു 2 കതിർ നീട്ടണം, മദ്ദു സിലത്തി സുഹറ എന്ന് പറയും. അമ്മൻ, ആ നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കും വേണം. അപ്പം എങ്ങനെ ഓതണം? അമ്മയ്യശാ. 2 ഇദ്ഗാം ചെയ്യാണ്ട് അവിടെ. ഒന്ന് അൻ എന്നുള്ള നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുക, അതോടൊപ്പം ഉന്നത്ത് വേണം. മൻ എന്നുള്ള സാക്കിൻ ആ നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്യുക, അതോടൊപ്പം ഉന്നത്ത് വേണം. അപ്പോൾ ഓതേണ്ടത് അമ്മയ്യശാ. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? കൂട്ടി ഓതലാണ് ഉത്തമം. അപ്പം എങ്ങനെ ഓതണം? മയ്യശാഉ യകാദു സനാ ബർഖി. യകാദു സനാ ബർഖി. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണില്ല എങ്കിൽ എങ്ങനെ ഓതണം? ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ. അബ്സാർ എത്ര നീട്ടണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. ആ 2 ആയത്തൊന്നും എല്ലാവരും കൂടി ഓതിയേക്കനി. വലില്ലാഹി മുൽക്കുസ് സമാവാതി والأرض واحد المصير ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. നമ്മൾ എടുത്തവിടെ എത്തിന് അലം തറ അന്നല്ലാഹ, അത് നമ്മൾ വിശദീകരിച്ചില്ലേ. പിന്നെ വത്തൈറു സാഫാത്തിൻ. നോക്കാം. അലം തറ 41-ാമത്തെ തന്നെ. അലം തറ, നബിയെ താങ്കൾ കണ്ടില്ലേ? അതിൻ്റെ തറ എന്ന് പറഞ്ഞാൽ കണ്ടില്ല എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കിയില്ലേ? കാരണം നബി കണ്ടണോ? ഇല്ല. അപ്പം എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്? എന്തിനാ പറഞ്ഞത്? കണ്ണുകൊണ്ട് കണ്ടാൽ എത്രമാത്രം വിശ്വാസമുണ്ടോ അതേപോലെ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത അറിവ് എന്ന് കാണിക്കാനാണ് അള്ളാഹു അലം തറ എന്നുള്ള പ്രയോഗം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ആഴ്ച അല്ലേ. പിന്നെ പറയാം, അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ അതിൻ്റെ ഭാഷാർത്ഥമൊക്കെ മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ആഴ്ച അല്ലേ. പിന്നെ വത്തൈറു സാഫാത്തിൻ, പക്ഷികൾ ചിറക് വിടർത്തിക്കൊണ്ടും അവയും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു എന്നുള്ളതാണ്.
സൊഫ് എന്ന് പറഞ്ഞാൽ അണിയണിയായി, സൊഫ എന്ന് പറഞ്ഞാൽ അണിയണിയായി നിൽക്കുക എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ആ രൂപത്തിൽ കൃത്യത്തിൽ ഇങ്ങനെ പക്ഷി പറക്കുമ്പം ചിറക് വീട്ടുമ്പോൾ എന്തുണ്ടാവും? ഒരു കൃത്യത ഉണ്ടാവും. അതിൽ സൊഫ് നിൽക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു കൃത്യത ഉണ്ടാവും. അതേപോലെ ആ ചിറക് ഇങ്ങനെ വിടർത്തുമ്പോൾ പക്ഷിക്കൂട്ടങ്ങൾ ഇങ്ങനെ പറക്കണണ്ടില്ല, ഞങ്ങൾ ഇത്ര കൃത്യമായിട്ടായിരിക്കും, മുട്ടാതെ തട്ടാതെ, ഒരു ബാലൻസ് ആയിട്ട് തെറ്റണില്ല അല്ലേ? അങ്ങനെയുള്ള ആ പദപ്രയോഗമാണ് സോഫാത്തിൻ. അതിനാണ് ചിറക് വിടർത്തിക്കൊണ്ട് എന്നാണ് ഭാഷാന്തരം ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആശയങ്ങൾ അതിലുണ്ട്. പിന്നെ യുസബ്ബിഹു എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ എന്തൊക്കെ വിശദീകരിച്ചിരുന്നത്? നമ്മൾ വിശദീകരിച്ചിരുന്നോ? ഇല്ല. എന്താണ് ഈ തസ്ബീഹ് എന്ന് പറയുന്നത്? കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹു. അവിടെ എല്ലാ ഓരോരുത്തരും, അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നല്ലേ, മനസ്സിലാക്കിയെന്ന. അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അലിമ എന്ന് പറയുമ്പോൾ അലിമന്റെ അർത്ഥം എന്താ? അറിഞ്ഞു. ആരറിഞ്ഞു? ആരറിഞ്ഞു? അള്ളാഹു അറിഞ്ഞു ഒരർത്ഥം. രണ്ടാമത്തെ ഒരർത്ഥം ഈ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, അത് ആകാശങ്ങളിലുള്ള എത്ര സൃഷ്ടിജാലങ്ങളുണ്ടോ അവരൊക്കെയും, ഭൂമിയിലുള്ള എത്ര സൃഷ്ടിജാലങ്ങളുണ്ടോ അവരൊക്കെയും, അതിൻ്റെ പുറമെ പറവകളും, അവരൊക്കെ എങ്ങനെ തസ്ബീഹ് ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പോൾ അലിമന്റെ ഫായില് ഓരോരുത്തരും, ആരാണോ തസ്ബീഹ് ചെയ്യണ്, ആരാണോ സ്വലാത്ത് ചെയ്യണ്, അവരോരോരുത്തരും, അത് മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ, പക്ഷികളാണെങ്കിൽ പക്ഷികൾ, മലക്കുകളാണെങ്കിൽ മലക്കുകൾ, എന്താണോ അവരോരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള. ഇനി എങ്ങനെ ഓരോരുത്തരും എന്ന് അർത്ഥം കിട്ടിയത്? എന്താ ഈ കുല്ല് എന്ന് പറഞ്ഞാല്? കുല്ല് പറഞ്ഞാൽ എന്താ? എല്ലാം എന്നുള്ളതിന് കുല്ലു എന്ന് പറഞ്ഞവരെ എന്തിനാ അവിടെ തെൻവീൻ കൊണ്ടുവന്നത്? കണ്ടില്ല നിങ്ങൾ ഖുർആനിൽ തെൻവീൻ? എന്തിനാണ് ആ തെൻവീൻ കൊണ്ടുവന്നത്? അതിൻ്റെ അർത്ഥം അവിടെ ഒരു ഇലാഫത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുല്ലു വാഹിദിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ കുല്ലിലേക്ക് ഒരു ഇലാഫത്ത് ഉണ്ടായിരുന്നു, അതിലൊരാളെ ചേർത്തിട്ടുണ്ട്. ആ ചേർത്തിയ ആള് അത് കളയപ്പെട്ടതാണ് എന്ന് കാണിക്കാനാണ് രണ്ട് തെൻവീൻ കൊടുത്തത് എന്നാ ഭാഷ അറിയണവർക്കറിയാം അല്ലേ? ആ വാഹിദ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ ആ അർത്ഥം വരുള്ളൂ. കുല്ലു വാഹിദിൻ എന്നാണ് ശരിക്കും അർത്ഥം. എല്ലാ ഓരോരുത്തരും എന്നില്ല, ഓരോരുത്തരുടെ ആ തെൻവീനിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് ഭാഷാന്തരം ചെയ്തപ്പോൾ എന്ത് പറഞ്ഞത്? കുല്ലുൻ, എല്ലാ ഓരോരുത്തരും. അതിൻ്റെ അർത്ഥം കുല്ലു വാഹിദിൻ. അപ്പം ആ തെൻവീനിലാണ് ആ അർത്ഥം വരുന്നത്. പിന്നെ കുല്ലു വാഹിദിൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പിന്നെ ഖദ് അലിമ, ഖദ് എന്തിനാ കൊണ്ടുവന്നത്? തീർച്ചയായിട്ടും അലിമ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അറിയാതെ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ഇങ്ങനെ പ്രാർത്ഥിക്കല്ല. ആര്? അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ സൃഷ്ടികൾ, അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് പ്രാർത്ഥിക്കണതെന്നർത്ഥം. മനസ്സിലാക്കിയിട്ടാണ് തസ്ബീഹ് ചെല്ലണത്. എന്തിനാ നമ്മോടിത് പറയണത്? മനുഷ്യൻ ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഇങ്ങനെ സുജൂദ് ചെയ്യും, റുക്കുവും ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഓർക്കുണ്ടാവും, ഇന്നലെ കണ്ട സീരിയൽ ഇങ്ങനെ ഓർക്കുക അല്ലേ? ഓൻ്റെ ഓട്ടോമാറ്റിക് ആവും. എന്നാൽ ഇതര ജന്തുജാലങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് അവൻ നമസ്കരിക്കുന്നത്, അവൻ സുജൂദ് ചെയ്യണത്, അവൻ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യരോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം മനുഷ്യരായ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട ജീവികളായ മനുഷ്യരെ അള്ളാഹു പിന്നെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് സൃഷ്ടിജാലങ്ങളുടെ തസ്ബീഹും അള്ളാഹു ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം കുല്ലുൻ ഖദ് അലിമ. അപ്പം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ, തസ്ബീഹ് ചെയ്യുമ്പോൾ എന്ത് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം? ഉള്ളിലുള്ള അർത്ഥം എന്താ അർത്ഥം? മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. മനസ്സിലായില്ല? ഇൽമോട് കൂടി ചെയ്യണം. ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ
ഞാൻ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണും ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തോ ഒരു ഹവയിൽ ഞാൻ അങ്ങനെ ഇതിങ്ങനെ മറിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടില്ല നിങ്ങൾ ചില ആളുകളെ ഫോൺ ഇവിടെ ഉണ്ടാവും, ഇങ്ങനെ മറിക്കുണ്ടാവും. അപ്പം നോക്കിയിട്ട് എന്ത് പറയും, നീ 1000 വട്ടം തസ്ബീഹ് ചൊല്ലിട്ടോ പറയും. അങ്ങനെയുള്ള ചില ആളുകളെ കാണാം. ആ രൂപത്തിലല്ല, മറിച്ച് എന്ത് വേണം, കുല്ലും ഖദ് അലിമ, മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാവൂ, പ്രാർത്ഥന നടത്താവൂ, തസ്ബീഹ് നടത്താവൂ. അതാണ് ആ തസ്ബീഹിനെ തസ്ബീഹാക്കണത് അതിൻ്റെ മുമ്പിൽ ഇൽമുണ്ടാകുമ്പോഴാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ഇൽമില്ലെങ്കിൽ അതെന്താവൂല, ആ യഥാർത്ഥ തസ്ബീഹാവൂല എന്നുള്ളതാണ്. അപ്പോൾ തസ്ബീഹ് എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ലളിതമായ ഒരു ഇബാദത്താണ് ഇത് തസ്ബീഹ്, അല്ലേ? ആലോചിച്ച് നോക്കൂ, എത്ര ലളിതമാണ്. നാവ് കൊണ്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല. അപ്പം ലളിതമായ ഒരു ഇബാദത്താണ്. പിന്നെ ആ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ സുബ്ഹാനല്ലാഹയുടെ ആശയം നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവർത്തനത്തിലും അമാലിലും ഒക്കെ സ്വഭാവത്തിലും ഒക്കെ ആ തസ്ബീഹിൻ്റെ ആശയം വരണം. അപ്പം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തസ്ബീഹ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു ഒരർത്ഥം. രണ്ടാമതൊരർത്ഥം അള്ളാഹുവിൻ്റെ കുദ്റത്തിൽ, അള്ളാഹുവിൻ്റെ ഇൽമിൽ, അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽ ഞാൻ അത്ഭുതം കൂറുന്നു എന്നാണ്. ഉദാഹരണം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അവിടെ അല്ലാഹ് ആദ്യം തുടങ്ങണ എന്താ? സുബ്ഹാന. ആരാ സുബ്ഹാന? സുബ്ഹാനല്ലദീ. ആ ഒരുത്തൻ എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ ഒരൊറ്റ രാവിൽ പിന്നെ മക്കത്ത് നിന്ന് എവിടേക്ക് കൊണ്ടുപോവാണ്? ഇസ്രാഉം മിഅ്റാജും നടത്തുകയാണ്, അല്ലേ? ഒരൊറ്റ രാവുണ്ട്. അപ്പം ഈ ഒരു അള്ളാഹുവിൻ്റെ ഈ കഴിവിൽ, കുദ്റത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു, ആശ്ചര്യം കൂറുന്നു. മഹാ അത്ഭുതം തന്നെയാണ് ഈ സംഗതി. ആ കാലഘട്ടത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് ഒരൊറ്റ രാത്രി. ഇന്ന് ചിലപ്പോൾ മറ്റേ പുതിയ മോഡലുള്ള ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടാവും, ചിലപ്പം അങ്ങനത്തെ സ്പീഡൊക്കെ അല്ലേ ഉണ്ടായിക്കാം, അല്ലേ? അന്നുണ്ടോ? അപ്പോൾ ഞാൻ അതിൽ അത്ഭുതം കൂറുന്നു. അതേപോലെ അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധിയിൽ ഞാൻ അത്ഭുതം കൂറുന്നു, അള്ളാഹുവിൻ്റെ കുദ്റത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. എത്ര പരിശുദ്ധനാണ് അള്ളാഹു എന്ന ഒരു ആശയവും അതിൻ്റെ പിന്നിലുണ്ട്. സുബ്ഹാനല്ലദീ സഖറ ലനാ. വാഹനത്തിൽ കയറുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? സുബ്ഹാനല്ലദീ സഖറ ലനാ. എന്താ അർത്ഥം? അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, അല്ലേ? അവിടെയും എന്ത് അതഅജ്ജബു ബി കുദ്റത്തില്ല എന്നൊരർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞു കാണാം. കാരണം അള്ളാഹുവിൻ്റെ കുദ്റത്തിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു, അത്ഭുതപ്പെടുന്നു. വല്ലാത്ത കുദ്റത്തിന് അള്ളാഹുവിൻ്റെ ഈ കുദ്റത്ത്, അല്ലേ? ആ വണ്ടി ഇങ്ങനെ ആക്സിലേറ്റ് ചവിട്ടണേന് അതിങ്ങനെ പോവാ, നമ്മളെ ഇവണ്ടാ പോണത് ആണോ? അല്ല. അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ വിമാനം ഇങ്ങനെ പിന്നെ അന്തരീക്ഷത്തിൽ തട്ടാതെ മുട്ടാതെ താഴോട്ട് ചാടാതെയൊക്കെ പറക്കണ്. മഹാ അത്ഭുതം തന്നെയല്ലേ അത്? അപ്പം അതാണ് സുബ്ഹാനല്ലദീ എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ അത്ഭുതം കൂറുക എന്നൊരാശയം കൂടി അവിടെ ഉണ്ട്. അതിന് അത്ഭുതം ഉണ്ടാവണമെങ്കിൽ എന്തുവാണോ അതിൻ്റെ പിന്നിൽ? നിങ്ങളിപ്പോൾ മഹാ അത്ഭുതം തന്നെ കേട്ടോ അയാളെ കാര്യം, അല്ലെങ്കിൽ ഇത് ഈ പേന വല്ലാത്ത ഒരു പേന തന്നെയാണ് എന്ന് നമ്മൾ അത്ഭുതം കൂറെങ്കിൽ എന്തു വേണം? അതിനൊരു പ്രത്യേകതയും അതിനെപ്പറ്റിയുള്ള അറിവുണ്ടാവണോനെ അറിയുള്ളൂ, അല്ലേ? പിന്നെ ഈ പേനെ പറ്റി അതും പേന ഇതും പേന എന്ന് മനസ്സിലാക്കിയോണ്ട് ചിലപ്പോൾ അത്ഭുതം ഉണ്ടാവില്ല. ആ പേനിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് എന്തുണ്ടാവുക? അത്ഭുതം ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ കുദ്റത്തിനെ പറ്റി, അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി, അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ പറ്റി, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയും അസ്മാകളെയും പറ്റി പഠിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അപാരമായ ആ കുദ്റത്തിൽ നമുക്ക് അത്ഭുതം കൂറാം. അപ്പം ആ പഠിച്ചുകൊണ്ട്, അതാണ് കുല്ലുൻ ഖദ് അലിമ സലാത്തുഹു എന്ന് പറഞ്ഞെടുത്തുള്ള ഒരു യുക്തി അതാണ് എന്നർത്ഥം. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഈ സുബ്ഹാന, പിന്നെ സബ്ബഹ, യുസബ്ബിഹു, സുബ്ഹാനല്ലാഹ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ലേ? ആ പ്രയോഗങ്ങൾ 80-ലധികം പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല
പിന്നെ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. 7 സൂറത്തിൽ എന്തുണ്ട്? സബ്ബഹ യുസബ്ബിഹു പോലുള്ള തസ്ബീഹിന്റെ പദങ്ങൾ കൊണ്ട് തുടങ്ങണ 7 സൂറത്ത് തന്നെ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സൂറത്ത് ഇസ്രാനെ അല്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദി. രണ്ടാമത്തതോ ഹദീദിലുണ്ട്. പിന്നെ വേറെ ഏതാ? വേറെയുണ്ട് സൂറത്ത് ഹശ്ർ, സൂറത്ത് സഫ്. പിന്നെ ഏതാ ആലോചിക്കാണ്? സബീസ്മ, സൂറത്തുൽ ആല എന്നതിൻ്റെ പേര്. പിന്നെ ജുമാ അല്ലേ. പിന്നെ ഏതാ ഉള്ളത്? ഒന്നുകൂടി ഉണ്ട്, ഏതാണ്? തഗാബുൻ അല്ലേ. ഈ 7 സൂറത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങണത് സബ്ബഹന്നോ യുസബ്ബിഹുന്നോ സബ്ബിഹ്ന്നോ ഇങ്ങനെയുള്ള കീർത്തനങ്ങളുടെ പദങ്ങൾ കൊണ്ടാണ്. എന്നാൽ പിന്നെ തസ്ബീഹ് കൊണ്ട് അവസാനിക്കുന്ന സൂറത്തും ഉണ്ട്. തസ്ബീഹ് കൊണ്ട് അവസാനിക്കുന്ന സൂറത്തും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോടും സത്യവിശ്വാസികളോടും കൽപ്പിച്ച ഒരു കാര്യമാണ് ഇത്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ എന്ന് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല അല്ലേ. നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാ വസബ്ബിഹൂഹു, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾ. എപ്പോ? രാവിലെയും വൈകുന്നേരവും. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? അദ്കാറു സബാഹ്, അദ്കാറുൽ മസാക്കല്ലേ. അതിലെന്താ പ്രധാന ഭാഗം? എന്താ? അള്ളാഹുവിന്റെ തസ്ബീഹ് ചെയ്യലാണ് അല്ലേ. അങ്ങനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് പ്രവാചകന്മാരുടെ ഒരു ചര്യം കൂടിയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ തസ്ബീഹ് ചെയ്ത് ഇരുന്നവരായിരുന്നു എന്ന് കാണാം അല്ലേ. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പിന്നെ ആദ്യമായിട്ട് എന്താ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്? റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പിന്നെന്താ അതിന്റെ ശേഷം പറയുന്നത്? എന്താ അതിന്റെ ഇടയിൽ ഒന്നില്ലേ? വജഅൽ ലി വദീറൻ മിൻ അഹ്ലി ഹാറൂന അഹിസ്തുദു ബിഹി അസിരി. പിന്നെന്താ? വഅശ്രികുഹു ഫി അംരി കൈ നുസബ്ബിഹക കസീറ. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹാറൂനെ എൻ്റെ കൂടെ കൂട്ടിത്തരണം, അതേപോലെ ഒരുപാട് എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണം, എൻ്റെ നാവിൻ്റെ വിക്ക് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിക്കാനുള്ള കഴിവ്, ഇങ്ങനെ കുറേ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇത് മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത്? കൈ നുസബ്ബിഹക, എന്താണ് ആയത്ത്? കസീറ, ധാരാളമായി അള്ളാഹുവെ നിന്നെ തസ്ബീഹ് ചെയ്യാനാണ് ഇതൊക്കെ അല്ലേ. അപ്പൊ ആലോചിച്ച് നോക്കുങ്ങള്, ഈ സൗകര്യമൊക്കെ എന്തിനാണ്? മൂസാ നബി അലൈഹി സ്വലാം ഈ സൗകര്യങ്ങളൊക്കെ ചോദിച്ചത് എന്തിനാ? അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യാനാണ് എന്നതാണ്. അപ്പൊ അവിടെ അത് പ്രവാചകന്മാരുടെ ഒരു പതിവായിരുന്നു. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ കൽപ്പിക്കണ ഒരു കാര്യമുണ്ട്. പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പം ഉണ്ടാവും, എന്നാൽ അതിനുള്ള അടയാളം കാണിച്ചു തരി പഠിച്ചോനെ എന്ന് പറയുമ്പോൾ അള്ളാഹു തആല എന്താ പറയുന്നത്? ഖാല റബ്ബി ജഅല്ലി ആയ, പഠിച്ചോനെ ഒരു അടയാളം എനിക്ക് ഉണ്ടാക്കി തരൂ. ഖാല, അപ്പോൾ അള്ളാഹു തആല എന്താ പറഞ്ഞത്? ആയത്തുക അല്ലാ തുകല്ലിമൻ നാസ സലാസത്ത അയ്യാമിൻ അല്ലേ, സലാസത്ത അയ്യാമിൻ അല്ലല്ല, സലാസത്ത അയ്യാമിൻ ഇല്ലാ റംസ, അങ്ങനെ തന്നെ. കാരണം യൗമ് മുദക്കറാണ്, അത് നിങ്ങൾ ഖുർആൻ നോക്കിയേണ്ടി കേട്ടോ. അയ്യാം അപ്പൊ സലാസത്ത എന്ന് പറയണം എന്നാണ്, അങ്ങനെ തന്നെയാവും. ഒന്ന് ഖുർആൻ മറിച്ചു നോക്കി, ഏത് സൂറത്തിലാണ് ഉള്ളത്? ഒന്ന് ഉറപ്പുവരുത്തിയാണ്. സൂറത്തു ആലിമ്രാനിലെ 41 ഒന്ന് മറിച്ചു നോക്കിയാണ്, അവിടെയാണ് സലാസത്ത അയ്യാമിന്നല്ലേ അല്ലേ? ഒന്ന് നോക്കിയാണ്, ഉറപ്പുവരുത്തി സലാസത്ത അയ്യാം. 3 ദിവസം. അത് നിയമം എങ്ങനെയാണ്? ഗ്രാമർ എന്ത് ചെയ്യണം? യൗമു മുദക്കറാണെങ്കിൽ എണ്ണൽ സംഖ്യ എന്താക്കണം? പെണ്ണാക്കണം, മുഅന്നസാക്കണം. പിന്നെ മറ്റേ മുഅന്നസാണെങ്കിൽ എണ്ണൽ സംഖ്യ എന്താക്കണം? മുദക്കറാക്കണം. അതാണ് നിയമം. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇല്ലാ സലാസത്ത അയ്യാമിൻ ഇല്ലാ റംസ. അപ്പൊ നമ്മളെ വിഷയം എന്താ? 3 ദിവസം സൂചന മാത്രം, ആംഗ്യം മാത്രം കാണിക്കുക, അതാണ് അടയാളം എന്നതാണ്.
എന്നിട്ട് പറയാണ് വദ്കുർ റബ്ബക കസീറ. അല്ലാഹു തആല സക്കരിയ നബിയോട് കൽപ്പിക്കണം എന്താ? ധാരാളമായി റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക. പിന്നെ വസബ്ബിഹ് ബിൽ അശീയ് വൽ ഇബ്കാർ, രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക. ആരോടത് കൽപ്പിക്കണം? അല്ലാഹു തആല സക്കരിയ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് അല്ലേ? എന്ത് ഒരാവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത് തരും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ഒരു അടയാളമായി വെറും ആംഗ്യം മാത്രം 3 ദിവസം ചെയ്യാവൂ, സംസാരിക്കാൻ പാടില്ല എന്ന അടയാളം കൊടുത്തിട്ട് അല്ലാഹു തആല കൽപ്പിക്കണം എന്താ? ദിക്ർ ചെയ്യുക, രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അമ്പിയാക്കളുടെ ഒരു ചര്യയാണ്, ഒരു സുന്നത്താണ് എന്ത്? രാവിലെയും വൈകുന്നേരമൊക്കെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും ഈ ഒരു കാര്യം കാണാം. ദാവൂദ് നബി അലൈഹി സ്വലാമിന് എന്തുണ്ടായിരുന്നു? പർവ്വതങ്ങളൊക്കെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു അല്ലേ? എന്നിട്ട് പറയുന്നുണ്ട് ഇന്നാ സഖർനൽ ജിബാല മാഹു. എന്നിട്ട് ആ പർവ്വതങ്ങൾ എന്താ ചെയ്യണത്? യുസബ്ബിഹന ബിൽ അശിയി വൽ ഇഷ്റാഖ്, രാവിലേക്കും വൈകുന്നേരമൊക്കെ ആ പർവ്വതങ്ങളോടൊപ്പം ആര് തസ്ബീഹ് ചെയ്യുന്നുണ്ട്? ദാവൂദ് നബി അലൈഹി സ്വലാം. ദാവൂദ് നബി അലൈഹി സ്വലാമിനോടൊപ്പം പർവ്വതങ്ങളും തസ്ബീഹ് ചെയ്യുന്നുണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച പീഡനങ്ങളും മർദ്ദനങ്ങളും മനപ്രയാസങ്ങൾക്കും അതിരുകളില്ല അല്ലേ? അത്ര മനപ്രയാസം. ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്തുകൊണ്ട് മനപ്രയാസം അനുഭവിക്കണ്ട? മനസ്സിടിഞ്ഞിപ്പോണ്ട് പ്രവാചകന്റെ. എപ്പൊക്കെ? ജനിക്കണ തന്നെ വാപ്പല്ല, ചെറിയ പ്രായത്തിൽ തന്നെ 6-ാം വയസ്സിൽ തന്നെ ഉമ്മ മരിച്ചുപോയി, താങ്ങും തണലുമായി അബൂ താലിബ് മരിച്ചുപോയി. അവിടുന്ന് അങ്ങോട്ടുള്ള ആ ജീവിതം വളരെ ദുസ്സഹം അല്ലേ? 40-ാമത്തെ വയസ്സിൽ പ്രബോധനം പിന്നെ വഹി ലഭിച്ചു. ആ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? സ്വന്തം കുടുംബക്കാരായ ആളുകൾ പ്രവാചകനെ എതിർക്കാൻ തുടങ്ങി, മല്ലിടാൻ തുടങ്ങി, പിന്നെ അധിക്ഷേപത്തിൻ്റെ വാക്കുകൾ കൊണ്ട് എറിയാൻ തുടങ്ങി, എല്ലാ നിലക്കും ആക്രമിച്ചു അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സ്, ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സുകളൊന്ന് ആലോചിച്ച് എത്ര പ്രയാസം ഉണ്ടാവും. ഞാൻ അത് ഇട്ടുകൊണ്ട് പോവുക, എനിക്കിതിനൊന്നും ആവില്ല, ഒരാൾ പോലും എന്നെ പിന്തുണക്കാനില്ല ഈ ദഅവത്തിന് അല്ലേ? ഞാൻ ഇപ്പം പറയാം എൻ്റെ ക്ലാസ്സിൽ ആരുമില്ല, ഞാൻ പോവാ, തിരിച്ചു പോവുക എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? ആ സമയത്ത് പിന്നെ തായിഫിലേക്ക് പോയപ്പോൾ എന്തെങ്കിലും ഒരു മുറുക്ക് വെള്ളം കിട്ടുമെന്ന് വിചാരിച്ച് പോയതാ തായിഫിലേക്ക്. അവിടുന്ന് എന്താ കിട്ടിയത്? ആശ്വാസത്തിൻ്റെ വാക്കും കിട്ടിയില്ല, മറിച്ചെന്താണ്? പുറമെ പീഡനാണ്, മർദ്ദനാണ് ലഭിച്ച് അല്ലേ? ആ രക്തമൊലിക്കുന്ന കാലുമായിട്ട് പ്രവാചകൻ തിരിച്ചു വരുമ്പോൾ മലക്ക് വരുന്നുണ്ട് അല്ലേ? എന്നിട്ട് ഈ കൗമിനെ, ഈ കുടുംബക്കാരെ ആക്രമിക്കണോ അല്ല നശിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണെന്താ? നശിപ്പിക്കണ്ട, അവരിൽ നിന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവണം എന്നതാണ് എൻ്റെ ആഗ്രഹം. നോക്കി നിങ്ങൾ, ഇതൊക്കെ പ്രവാചകൻ അനുഭവിച്ച ജീവിതത്തിലെ സ്റ്റെപ്പായിട്ടുള്ള ഓരോരോ പിന്നെ പ്രയാസങ്ങളാണ്, മനപ്രയാസങ്ങളാണ്. ഇത്തരം ഒരു മനപ്രയാസത്തെ നിങ്ങളൊന്ന് ഭാവനയെ കണ്ടുവന്ന് നോക്കൂ അല്ലേ? നമുക്കിപ്പോൾ നമ്മുടെ ഒരു കുട്ടിൻ്റെ കല്യാണോ ഒരു കുട്ടിൻ്റെ പഠനം മതി അയാളെ മനസ്സിങ്ങട്ട് ഇടങ്ങാറാവും. ഒരൊറ്റ കുട്ടിൻ്റെ പഠനം, ഇന്നത്തെ വിദ്യാഭ്യാസം അല്ലേ? ഓൻ്റെ ആഫീസ് പൂട്ടും. അവൻ്റെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല പറയണത് നോക്കൂ നിങ്ങൾ. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക, മുഹമ്മദ് നബിയെ താങ്കളുടെ ഹൃദയം, താങ്കളുടെ മനസ്സ്, മനപ്രയാസം വളരെ ഇടുങ്ങിപ്പോകുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ബിമാ യഖൂലൂൻ, ഈ ആളുകൾ പറയുന്നത് മൂലം എന്ന് പറഞ്ഞാൽ ഈ മക്കായിലെ മുശ്രിക്കുകളും കുടുംബക്കാരും ആരോപിക്കുന്ന മൂലം താങ്കൾ വളരെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നിട്ട് അള്ളാഹ് പരിഹാര മാർഗമായി കൊടുക്കണം എന്താ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം അള്ളാഹു നമസ്കരിക്കുന്നവരോടൊപ്പം നീ നമസ്കരിക്കുക, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം നീ സുജൂദ് ചെയ്യുകയും ചെയ്യുക. അപ്പം മനസ്പ്രയാസവും ഹൃദയവിശാലതയും ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് ഇത് സിക്റും തസ്ബീഹും എന്ന് പറയുന്നത്. ദിക്റിൽപ്പെട്ടതിനെയാണ് തസ്ബീഹ്. നിങ്ങളൊന്ന് പിന്നെ
ആ പ്രയോഗവൽക്കരിച്ച് നോക്കേണ്ടി സമാധാനം കിട്ടും. നമ്മൾ ഏത് ജോലിയിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ കിട്ടി വരും അല്ലേ? ആരെയും വന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അവന് അടി കിട്ടും, ചിലയിടത്തുനിന്ന് ആ ജാതി ദേഷ്യമൊക്കെ വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ ദിക്ർ ഇങ്ങനെ ചെയ്യുക. ഒരാൾ കേൾക്കണം എന്നില്ല, അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. പിന്നെ ഒളു ഉണ്ടാക്കിക്കൊണ്ട് ദിക്ർ ചെയ്യാം. അത് ചിലപ്പോൾ ഹദീസിൽ അങ്ങനെ തെളിവ് കാണാം അല്ലേ? ആ ഒളു ഉണ്ടാക്കുന്നതോടുകൂടി തന്നെ കുറേ പ്രയാസങ്ങളായിട്ട് പോകുന്ന, പിന്നെ ദിക്ർ ചെയ്യുന്നതോടുകൂടി അതിലും അധികം പ്രയാസം, പിന്നെ നമസ്കരിക്കുന്നതോടുകൂടി അതിനേക്കാൾ പ്രയാസം പോകും. അപ്പം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, മനസ്സിനെ പിടികൂടുന്ന വിഷാദം പോലുള്ള രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. അല്ലാതെ ഇന്നത്തെ പിന്നെ കഞ്ചാവോ MDMA അതൊന്നും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. മറിച്ച് രക്ഷ കിട്ടണമെങ്കിൽ എന്താണ്? മനസ്സ് അള്ളാഹുമായിട്ടുള്ള അറ്റാച്ച് വേണം എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമസ്കാരത്തിൽ മുഴുക്ക എന്താ ദിക്റാണ്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ദിക്ർ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വീണ്ടും പറയാം. എന്താ ഇത് അല്ലേ? നമസ്കാരത്തിലെ സുജൂദിലാവട്ടെ റുക്കൂലാവട്ടെ സുബ്ഹാനല്ലാഹ്, സുബ്ഹാൻ റബ്ബിയൽ അഅ്ലാ, പിന്നെ സുബ്ഹാൻ റബ്ബിയൽ അദീം, ഇങ്ങനെ ഈ തസ്ബീഹ് തന്നെയാണ് നമസ്കാരത്തിൽ. അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നും നിങ്ങൾ ഇരുന്നാട്ട് എന്ത് ചെയ്യണം? ഇരിക്കണം എന്നില്ല, 33 പ്രാവശ്യം വീണ്ടും സുബ്ഹാനല്ലാഹ് പറയണം. എന്തായാലുള്ള ഹിക്മത്ത് ആലോചിച്ച് നോക്കൂ. അപ്പൊ മനുഷ്യന്റെ ജീവിതം മുഴുക്കെ ഈ തസ്ബീഹാവണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കണ്ടല്ലോ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ത്, പിന്നെന്താണ്? വറഅയ്തൻ നാസ ഫീ ദീനില്ലാഹി അഫ്വാജ, പിന്നെ ഫസബ്ബിഹ്. ഉണ്ടോ? എന്താ അള്ളാഹു റസൂലിനോട് അള്ളാഹു തആല കൽപ്പിക്കാൻ. ഒരു വിജയം മുന്നിൽ വരുമ്പോൾ അപ്പോഴും നമ്മൾ പറയേണ്ടത് എന്താണ്? തസ്ബീഹാണ് അല്ലേ? വിജയം കാണുമ്പോഴും തസ്ബീഹ് ചെയ്യാം, ദുഃഖം ഉണ്ടാകുമ്പോഴും തസ്ബീഹ് ചെയ്യാം. ഇതാണ് മനുഷ്യമോചനത്തിനുള്ള, മനുഷ്യന്റെ മനസ്സിന് പിന്നെ ചാഞ്ചല്യത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അകറ്റാനുള്ള ഒറ്റമൂലി അതാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ഏറ്റവും ഉത്തമ സൃഷ്ടികളായ, തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത പിന്നെ ആ മലക്കുകളുടെ ഇബാദത്ത് തന്നെ എന്താ? ഓല് ചെയ്യുന്ന ഇബാദത്ത് എന്താ? വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ് അല്ലേ? ആ മലക്കുകള്, ആ പുണ്യവാളന്മാരായ മലക്കുകള് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കാണ്. ഒരിക്കലും മടുപ്പുണ്ടോ? കുറേ ആയി ഞാൻ അങ്ങനെ ചെല്ലണേ, ഇഞ്ഞു തന്നെ ആ ഒരു മടിപ്പ് വരുന്നില്ല ഓൽക്ക്, ഒരു ഫത്രത്തില്ല, ഒരു വിശ്രമമില്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. പിന്നെ അതോടൊപ്പം ഭൂമിയിലുള്ള ആളുകൾക്ക്, ഭൂമിയിൽ തസ്ബീഹ് ചെയ്യുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാണ്? മഗ്ഫിറത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ്. ആര്? മലക്കുകൾ. നോക്കി നിങ്ങള്. അപ്പൊ നമ്മൾ തസ്ബീഹ് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ട്? മലായിക്കത്തിന്റെ പ്രാർത്ഥന കിട്ടുന്നുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. ഇനിയോ മരിച്ചട് കഴിഞ്ഞ് അല്ലേ, ബർസഖി ജീവിതമൊക്കെ കഴിഞ്ഞു, സ്വർഗത്തിലടെത്തിയാലോ? ആലോചിച്ച് നോക്കുങ്ങള്. സ്വർഗത്തിലെത്തിയാൽ എന്താ അവര് അഭിവാദ്യം ചെയ്യണത്? എന്താ? ഈ തസ്ബീഹാണ്. ദഅവാഹും ഫീഹാ. ആ സ്വർഗലോകത്തെ പിന്നെ കാലുകുത്തിയാൽ അവരുടെ പ്രാർത്ഥന എന്താ? സുബ്ഹാനക്കല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ. വതഹിയ്യത്തുഹും ഫീഹാ സലാം. ആ സ്വർഗത്തിൽ അവരുടെ അഭിവാദ്യം തന്നെ സലാം സലാം എന്നതാണ് അല്ലേ? ആലോചിക്കുങ്ങള്. അപ്പം ആ സ്വർഗത്തിലെ പ്രാർത്ഥന സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ. പിന്നെ വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരുടെ അവസാനത്തെ പ്രാർത്ഥന സർവ്വലോക രക്ഷിതാവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ തന്നെ ഉണ്ടാവേണ്ടത്. അപ്പം ഈ തസ്ബീഹ് എന്ന് പറയുന്നത് യുസബ്ബിഹുലില്ലാ, എന്താണ്? മൻ ഫിസ് സമാവാതി വൽ അർദ് അല്ലേ? ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും. പിന്നെ ആ ആകാശങ്ങളിലുള്ളവർ, ഇവരിലെ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കലാമാണ് ഇത്. ഹദീസിൽ വന്നത് കാണാം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ കലാമാണ് ഇത് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്.
എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാണാം, ദുനിയാവും ആ ദുനിയാവിലുള്ളതിനേക്കാൾ ഉത്തമമാണേത് തസ്ബീഹ് എന്ന ഹദീസിൽ കാണാം. പിന്നെ സത്യവിശ്വാസികളുടെ ഒരു അടയാളമാണ്, ഒരു സിഗ്നലാണ് ഇത് തസ്ബീഹ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹു റിസ്ക് നൽകാനുള്ള ഒരു മാർഗവും കൂടിയാണിത് ദിക്റും തസ്ബീഹും. ദിക്റും തസ്ബീഹും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും, അവൻ അറിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യും, അള്ളാഹു അവനെ റിസ്ക് ഇങ്ങോട്ട് എത്തിക്കും എന്നുള്ളതാണ്. അത് ശരിക്ക് മഹാരഥന്മാരായ പല പണ്ഡിതന്മാരും ഇങ്ങനെ പറയുന്ന കാണാം അല്ലേ. എവിടുന്നാ റിസ്ക് വരുന്നതെന്നവിടെ അറിയില്ല അല്ലേ. ഞാൻ ഇപ്പം ഇന്നത്തെ ഭക്ഷണം എന്താ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. ആ സമയമാവുമ്പോൾ ശരി എവിടുന്നൊക്കെയോട് വരുന്നതാണ്. ഇങ്ങനെയുള്ള ആ റിസ്ക് നമുക്കറിയാതെ തന്നെ അല്ലേ. മാത്രമല്ല ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു വിഷമത്തിലാകപ്പെട്ടു അല്ലെങ്കിൽ ഒരു അപകടത്തിൽ അകപ്പെട്ടു. ഒരു പക്ഷേ ഞാനും നിങ്ങളും നേരത്തെ ആ നല്ലപ്പൻ കാലത്ത് ചെല്ലിയ ആ ദിക്റും സുബ്ഹാനല്ലാഹൊക്കെ ആവും നമ്മൾ ഇപ്പോൾ അകപ്പെട്ട ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം. കുറേ ആൾ ചിലപ്പോൾ അതിൽ പിന്നെ പലതും സംഭവിച്ചിട്ടുണ്ടാവും. ഏതാനും ചില ആളുകൾ ഒന്നും സംഭവിക്കാതെ പോണതാണ്. കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടുമ്പോൾ എന്തു ചെയ്യും, ആ ദിക്റും പിന്നെ നമ്മൾ ചെല്ലിയ ആ ദിക്റും അതേപോലെ തസ്ബീഹും നമുക്കവിടെ രക്ഷയായി വരും. എന്താ തെളിവ്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമില്ലേ, ആ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, രക്ഷപ്പെടൂല അല്ലേ. കാരണം എന്താ, ആ കടലിൻ്റെ ഇരുട്ട്, മത്സ്യത്തിൻ്റെ ഇരുട്ട്, എല്ലാ ഇരുട്ട് അതിന്നൊക്കെ പാടങ്ങട്ട് പുറത്ത് വരിക. ആ മത്സ്യത്തിന് ഇങ്ങോട്ട് ആ പുറത്ത് ആക്കാനുള്ള ഒരു തോന്നിച്ചൊക്കെ ആര് കൊടുക്കേണ്ടതാ? അള്ളാഹ്. എന്നിട്ട് അള്ളാഹ് അവസാനം ആയത്ത് അവസാനിപ്പിക്കണം എങ്ങനെയാണ് ആ ദുനിയാവിലെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം അദ്ദേഹം ചെയ്ത തസ്ബീഹായിരുന്നു എന്നാ. ആ തസ്ബീഹ് എന്ന് മാത്രമല്ല അള്ളാഹ് ആയത്ത് അവസാനിക്കുന്നത് വകദാലിക നുൻജിൽ മുഅ്മിനീൻ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ എപ്രകാരം രക്ഷപ്പെടുത്തിയോ അപ്രകാരം നാം സത്യവിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തും. അതിനെന്ത് വേണം? നമ്മൾ ആ രൂപത്തിലുള്ള ദിക്റും തസ്ബീഹും ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹനെ മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹനെ മഅരിഫത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദിക്റും തസ്ബീഹും ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ആ കൂട്ടത്തിൽ പെടും എന്നുള്ളതാണ്. പിന്നെ ഇനി നമുക്ക് അള്ളാഹു ദുനിയാവിലും പരലോകത്തിലും ഒരുപാട് നിധികൾ ലഭിക്കാൻ, നിധി എന്ന് പറയുമ്പോൾ നമ്മൾ വെറും സമ്പത്തും ദീനാറും അല്ല, മറിച്ച് നന്മയുടെ നിധികൾ സമ്പാദിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ധാരാളമായി തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ ലളിതമായ അധ്വാനം കൊണ്ട് വലിയ ഫലം ലഭിക്കണ ഒരു സംഗതിയാണിത് ദിക്റും തസ്ബീഹും എന്ന് പറയുന്നത് അല്ലേ. എത്ര ചെറിയൊരു കാര്യം മതി, വലിയ അധ്വാനമൊന്നുമില്ല അല്ലേ. വലിയ നമ്മളൊക്കെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന സംഗതിയല്ലേ ഇത്. അധ്വാനമില്ലാതെ ദീനാർ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെങ്ങനെ ആഗ്രഹിക്കണത്? വലിയ പണിയൊന്നും ഉണ്ടാവരുത്, നല്ല ശമ്പളം കിട്ടണം. ഇത് ആഗ്രഹിക്കാത്ത ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരാളുണ്ടോ? എല്ലാവരും ആഗ്രഹിക്കും. അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നേ തന്നെ അല്ലേ. വലിയ അധ്വാനമൊന്നും ഉണ്ടാവരുത്, കൂടുതൽ സാലറിയും കിട്ടണം. ഇതാണ് എൻ്റെ നിങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള ഒരു മാർഗം ദീനാർ കിട്ടാനല്ല അല്ലേ. ആ നന്മ, നാളെ പരലോകത്ത് നന്മയുടെ ആ നിധി, വലിയ സാലറി, അത് അഥവാ ആ സ്വർഗം കിട്ടാനുള്ള ഒരു മാർഗമാണിത്. ചെറിയ അധ്വാനമുള്ള ഇത് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എന്നുള്ളതാ. ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ന്യൂനതകൾ, ഒരുപാട് പോരായ്മകൾ, അതേപോലെ തന്നെ വീഴ്ചകൾ അല്ലേ ഒക്കെ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിര് കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ പരിഹരിക്കാനുള്ള ഒരു മാർഗവുമാണ് ഇത് ദിക്റും തസ്ബീഹും എന്നുള്ളതാ. പിന്നെ അന്ത്യനാളിൽ പിന്നെ നമ്മെ ഒരാൾ മുൻകടക്കാതെ നമുക്ക് മുന്നിലാവണമെങ്കിൽ അല്ലേ, നമ്മൾ മുന്നിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ദുനിയാവിൽ നമ്മൾ ധാരാളമായി ദിക്ർ ചെയ്യണം എന്ന ഹദീസിൻ്റെ ആശയത്തിൽ നിന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അന്ത്യനാളിൽ കർമ്മങ്ങളൊക്കെ തൂക്കി നോക്കുമ്പോൾ ആ പിന്നെ തുലാസിൽ ഏറ്റവും ഹസനാത്തിൻ്റെ
ആ തുലാസിൽ ആ ഏറ്റവും കനം തൂങ്ങുന്നത് ഏതാ? നമ്മൾ ചെയ്ത ദിക്റും ദുആഉമാണ് എന്നുള്ളതാണ് അവിടെയും പറയുന്നത് അല്ലേ. ഒരു ബിത്താക്ക എന്ന് പറയുന്ന ഹദീസുൽ ബിത്താക്കയുടെ ഹദീസൊക്കെ ഉണ്ട്. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത്. ഇങ്ങനെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഈന്തപ്പന തോട്ടം നമുക്ക് നൽകണമെങ്കിൽ അവിടെയും പറഞ്ഞിട്ടുള്ള എന്താ? അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനും തസ്ബീഹ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 80 സ്ഥലങ്ങളിലധികം ഇതേപോലുള്ള ആശയങ്ങൾ പറഞ്ഞത് കാണാം. എന്താണത്? അതാണ് ഇപ്പം നമ്മൾ വായിച്ചത്. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു എന്നാണോ പറഞ്ഞത്? അല്ല, തസ്ബീഹ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു. എവിടുന്നാ കൊണ്ടേയിരിക്കുന്നു? യുസബ്ബിഹു എന്നുള്ളത് മുലാരിയായ ഫീലാണ്. മുലാരിയായ ഫീല് അറബി ഭാഷയിൽ എന്താണ്? കണ്ടിന്യൂസിന്റെ അർത്ഥം. അസ്തമിക്കണില്ല അല്ലേ? അസ്തമനുണ്ടോ? അവസാനുണ്ടോ? ഇല്ല. അങ്ങനെ തസ്ബീഹ് ചെയ്ത് കൊണ്ടേ ഇരിക്കുന്നു. പിന്നെ പറയാം വത്തൈറു സാഫത്ത്. അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് തന്നെയല്ലേ ഈ പറവ. പിന്നെന്തിനാ ഒരു തേറിന് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞേ? എന്തിനാവും? ആലോചിച്ച് നോക്കിയാണ്. അയ്വ, അത് മുകളിലും ഉണ്ടാവും താഴെ ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ അത് ഏതിൽ പെട്ടതാന്ന് കൺഫ്യൂഷൻ വേണ്ട. ഐറ്റിയും അല്ലേ കിടക്കട്ടെ. വത്തൈറു സാഫാത്തിൻ. ആലോചിക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം അല്ലേ. പിന്നെ കുല്ലും ഖദ് അലിമ സലാത്തുഹു വ തസ്ബീഹു. ഓരോരുത്തരും അവനവൻ എങ്ങനെ തസ്ബീഹ് ചെയ്യണം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. സ്വലാത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പ്രാർത്ഥന, രണ്ട് നമസ്കാരം, നമ്മളെ നമസ്കാരം പോലുള്ള നമസ്കാരം. പിന്നെ തസ്ബീഹ്, ആ ദിക്ർ തസ്ബീഹ് തന്നെ. അതെങ്ങനെ ചെയ്യണം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഒരർത്ഥം അത്. രണ്ടാമത് അവരെങ്ങനെ തസ്ബീഹ് ചെയ്യുന്നു, അവരുടെ തസ്ബീഹും അവരുടെ സലാത്തുമൊക്കെ ആരറിയുന്നുണ്ട്? അല്ലാഹു തആല അറിയുന്നുണ്ട് എന്നും അതിനർത്ഥമുണ്ട്. ഇനി പറയാം വല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ. ഇവർ പ്രവർത്തിക്കുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലുള്ളതും ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണ്? അള്ളാഹുവിനാണെന്നല്ല, അള്ളാഹുവിന് മാത്രമാണ്. വലില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് മാത്രമാണ് മുൽക്കുസ്സമാവാതി വൽ, ആകാശഭൂമികളുടെ ആധിപത്യം. വ ഇലല്ലാഹിൽ മസീർ. ആയത്ത് അവസാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ മടങ്ങി വരുന്നത് ആരുടെ അടുത്തേക്കാ? ഏത് കൊലവമ്പനും ഏത് അള്ളല്ല, ഇതൊക്കെ പ്രകൃതിയിൽ ഉണ്ടായതാണ്, ഇതോടുകൂടി മരിച്ച മണ്ണാവുകയാണ്, അങ്ങനൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആളുകളും മടങ്ങിച്ചെല്ലാനുള്ളത് എവിടേക്കാണ്? വ ഇലല്ലാഹിൽ മസീർ. അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം എന്നതാണ് ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കണം. മതിയില്ലേ? സഹോദരന്മാരെ, നമ്മുടെ സഹോദരൻ മുഹ്സിൻ അത്തോളിയല്ലേ മുമ്പ്? വെങ്ങേരി ബംഗാളി തന്നെയല്ലേ? ആ ഭാഗത്താണ്. ഏതെങ്കിലും ആളെങ്ങൾക്ക് അറിയാലല്ലേ? അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നലെ, എന്നെല്ലാവർക്കും അറിയാം. നിങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ പിതാവിനെ പോലെ തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ അദ്ദേഹം ജീവിക്കുന്നതുകൊണ്ടും പ്രവർത്തനത്തിലുള്ളത് കൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ പിതാവിനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആത്മാർത്ഥമായി അയാളുടെ ബർസഖിയ ജീവിതത്തിലും ആ ഖബർ ജീവിതത്തിലും അതേപോലെ നാളെ പരലോകത്തുമൊക്കെ മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കാൻ വേണ്ടി നിങ്ങളും നിരന്തരം പ്രാർത്ഥിക്കണം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ വന്ന ആ മനപ്രയാസം അത് ക്ഷമിക്കാനും ഉള്ള വിശ്വാസദാർഢ്യത നൽകാനും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വന്ധ്യപിതാവിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി നാളെ അവരോടൊപ്പം അല്ലാഹു നമ്മെ എല്ലാവരെയും ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവർക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.